ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കി വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബ്ബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചുകൊള്ളുവീൻ, ശബ്ബത്തിൽ അരുത് എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഒരുവൻ ശബ്ബത്തിൽ തന്റെ കാളയോ കഴുതയോ തൊട്ടിയിൽ നിന്ന് അഴിച്ച് കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബ്ബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ ഇത് പറഞ്ഞപ്പോൾ അവന്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. ആമേൻ. അവളെ അടുത്ത വിളിച്ച് അവൾക്ക് സൗഖ്യം കൊടുത്തു. അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ സ്ത്രീ 18 വർഷമായി ആ ദേവാലയത്തിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. എൻ്റെ ഒരു നിഗമനത്തിൽ യേശുക്രിസ്തുവിന് 18 വയസ്സുള്ളപ്പോൾ പതിവ് പോലെ യെരുശലേം ദേവാലയത്തിൽ പെരുന്നാളിന് പോയി ഉപദേഷ്ടാക്കന്മാരുടെ കൂടെ നിന്ന് ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ഒക്കെയും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ സ്ത്രീ ആ ദേവാലയത്തിൽ ഉണ്ടായിരുന്നില്ല. അതിന് കാരണമായിട്ടുള്ള എൻ്റെ ഒരു നിഗമനം, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് 30-ാം വയസ്സിലാണ്. അപ്പോൾ 18 വർഷം പുറകോട്ട് പോകുമ്പോൾ യേശുവിന് 12 വയസ്സ്. അപ്പോൾ തീർച്ചയായും ഈ സ്ത്രീ ആ സമയത്ത് ആ ദേവാലയത്തിൽ ഉണ്ടായിരുന്നില്ല. യേശു ശബ്ദത്തിൽ വന്നപ്പോൾ ഈ സ്ത്രീയുടെ രോഗാവസ്ഥ അവളെ സുഖപ്പെടുത്തുന്നു. യേശു ശബ്ദത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിക്കൊള്ളി, ശബ്ദത്തിൽ അരുതെന്ന് പറഞ്ഞു. അക്കാലത്ത് ശബ്ദം എന്ന് പറയുമ്പോൾ നമുക്കതൊരു വളരെ പ്രസിദ്ധമായ ഒരു ദിവസമാണ്. 6 ദിവസം വേല ചെയ്ത് ആ ശബ്ദത്തിനാളിൽ സ്വസ്ഥമായിരിക്കുന്ന ഒരു ദിവസമാണ്. ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ നിയോനേറ്റൽ വർക്ക് ചെയ്യുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു പേരൻസ് വന്നിട്ട്, സാധാരണ അവിടെ മാതാപിതാക്കൾക്ക് എപ്പോഴും കുട്ടികളുടെ കൂടി ഇരിക്കണമെന്നാണ് പെർമിഷൻ. പക്ഷേ ഫ്രൈഡേ ആകുമ്പോൾ ഈ ഒരു ജൂയിഷ് കുഞ്ഞിൻ്റെ പേരൻസ് പറയും, നാളെ ഞങ്ങൾ വരത്തില്ല, ഫോൺ പോലും ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് 6 മണിക്ക് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ 6 മണിക്ക് ശേഷം മാത്രമേ ഞങ്ങളെ വിളിക്കാവുള്ളൂ. കാരണം അക്കാലത്ത് ഇക്കാലത്ത് ശബത്ത് പറയുന്നത് അവർക്ക് വളരെ പ്രസിദ്ധമായ ഒരു ദിവസമാണ്. അവർ യാതൊന്നും ചെയ്യാതെ സ്വസ്ഥമായിരിക്കുന്ന ഒരു ദിവസം. ആ ദിവസം യേശു ഒരു സ്ത്രീയെ സൗഖ്യമാക്കുന്നത് കണ്ടപ്പോൾ പള്ളിപ്രമാണിക്ക് തീർച്ചയായും ദേഷ്യം വന്നു. ആ പള്ളിപ്രമാണി പുരുഷാരത്തോട് പറയുകയാണ്, 6 ദിവസം വേല ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ടല്ലോ, 7-ാം ദിവസം സ്വസ്ഥമായിരിക്കുന്ന ശബത്താചരിക്കുന്നതാണ് അവരുടെ ഒരു രീതി. അന്നത്തെ വൈദ്യ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു വേലയായിട്ടായിരുന്നു അന്നത്തെ കാലത്ത് അവർ കരുതിയിരുന്നത്. അപ്പോൾ ആ വേല 6 ദിവസം ചെയ്യണമെന്നാണ് അവരുടെ ഒരു നിയമം. ഇത് കേട്ട് യേശു അവരോട്, കപടഭക്തിക്കാരെ, നിങ്ങളുടെ കാടകളെയോ കഴുതിനെയോ തൊട്ടിൽ നിന്ന് അഴിച്ച് നിങ്ങൾ വെള്ളം കൊടുക്കുന്നില്ലയോ? 18 വർഷമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബ്ബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഒരു സംഭവം കേൾക്കുകയുണ്ടായി. ലൂർദ് പള്ളിയിൽ നിന്നും വിശുദ്ധ കുർബാന കഴിഞ്ഞ് പ്രധാന അച്ഛൻ കൂടെ ഉണ്ടായിരുന്ന അച്ഛന്മാർ
ഭിക്ഷക്കാരനിരിക്കുന്നത്. സാധാരണ ഇവിടെ ഭിക്ഷക്കാർക്ക് പൈസയൊക്കെ കാശൊക്കെ ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കുകയാണ് പതിവ്. പക്ഷേ അന്ന് അച്ഛൻ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ആ ഭിക്ഷക്കാരൻ്റെ കയ്യിൽ കൊടുക്കുകയും ആ ഭിക്ഷക്കാരൻ്റെ നെറ്റിയിൽ തൊട്ടിട്ട് തിരിച്ച് അച്ഛൻ്റെ കയ്യിൽ നെറ്റിയിൽ തൊടുകയും ചെയ്തു. എന്നിട്ട് അതിൽ കടന്നു പോകുമ്പോൾ അതിനുശേഷം അവർ തിരിച്ചു പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന അച്ഛന്മാരെ വിളിച്ചു, എന്തിനാണ് ബുദ്ധിഹീനനായ ആ ഭിക്ഷക്കാരൻ്റെ നെറുകയിൽ തൊട്ടിട്ട് തിരിച്ച് അച്ഛൻ്റെ നെറുകയിൽ തൊട്ടത്? അപ്പോൾ ആ അച്ഛൻ പറഞ്ഞു മറുപടി, ആ ഭിക്ഷക്കാരനെ ഞാനൊരു ദൈവത്തെ കണ്ടു. ഞാൻ കൂടാതെ കുർബാനയിൽ നിന്നും ലഭിച്ച ദൈവമഹത്വം ഞാൻ ആ മനുഷ്യന് പകർന്നു കൊടുക്കുന്നത് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് തന്നു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ കുളിപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ തന്നു, തടവിലായിരുന്നു, നിങ്ങൾ എന്നെ അടുക്കുന്നു. ആ അധ്യായം വായിച്ചു നിന്ന് താഴോട്ട് വരുമ്പോൾ 40-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തെങ്കിൽ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നത് അറിയിച്ചു. എന്നാൽ നമ്മളിവിടെ വായിക്കും 18 വർഷം മുടങ്ങാതെ ദേവാലയത്തിൽ കടന്നു വന്ന് ഈ സ്ത്രീയെ യേശു കാണുകയും അവളെ സൗഖ്യമാക്കുകയും ചെയ്തു. ഈ കൂലിയാഴ്ചയ്ക്ക് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് അവളുടെ ദേവാലയമായിട്ടുള്ളതല്ല. ആദ്യങ്ങളിലും പ്രശസ്തികളിലും തളരാതെ ദേവാലയങ്ങളുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുകയാണ്. അത്ഭുതങ്ങൾ ആ ദിവസം ദൈവം അവിടെ അത്ഭുതകരമായി വിടിവിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത്ഭുതങ്ങൾ ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല. ഓരോ അത്ഭുതത്തിൻ്റെയും പിന്നിൽ വലിയൊരു ത്യാഗം കാണുവാൻ സാധിക്കും. അപ്പോൾ പതിവായി ദേവാലയത്തിൽ വരുമ്പോൾ വചനം കേൾക്കുമ്പോൾ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. നമുക്കൊരു ചെറിയ പ്രശ്നം വരുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് മാറി പോകാതെ ദൈവത്തിനടിയുറച്ച് വിശ്വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഈ നോയമ്പ് കാലത്ത് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.